മച്ചന്മാരെ അല്ലു ഷേക്കാണ്. അല്ലു ഷേക്ക് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചെത്ല ദ്വീപിൻ്റെ കിഴക്ക് ഭാഗത്താണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലക്ഷദ്വീപിൽ പടിഞ്ഞാറ് വശത്തിന് മേലാവ എന്നും കിഴക്ക് വശത്തിന് കീളാബ എന്നുമാണ് പറയുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ദ്വീപിലത്തെ ഭാഷ കൂടി പഠിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചെത്ല ദ്വീപിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള നമ്മുടെ ഷിപ്പ് വന്നിട്ടുണ്ട്. പാസഞ്ചർ ഷിപ്പ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചെത്ല ദ്വീപിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ മൺസൂൺ കാലത്ത് ആൾക്കാരെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കപ്പൽച്ചാലെന്ന്. കപ്പൽച്ചാൽ എന്ന് പറയുന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ എന്തായാലും കപ്പൽച്ചാൽ കുറച്ച് വടക്കോട്ടാണ്, നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മനോഹരമായ കപ്പൽച്ചാലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം മൺസൂൺ കാലത്ത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ലക്ഷദ്വീപിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ലേ. അപ്പോൾ മൺസൂൺ കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൾക്കാരെ കയറ്റുന്നത് ഇറക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ഈ വീഡിയോ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. മനതിൽ മതമായി ഭൂമതിക്ക് മനുജാവുൻ മനതിലെ മറയത് നീക്ക് നീമിൽ മിഫ്താഹേ നീയെടുക്ക് മനദാരിൽ മന്നാനെ മതമാക്ക് മനതിൽ മതമായി. അപ്പോൾ നമ്മൾ പറഞ്ഞ കപ്പൽച്ചാലിലാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കൂട്ടുകാരൻ മോനെ വെച്ച് നമ്മുടെ പല വീഡിയോസിൻ്റെ നമ്മുടെ ക്യാമറമാനാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും പാസഞ്ചറിനെ കയറ്റാത്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ആദ്യം കാർഗോ ഇറക്കുന്നതാണ്. കാർഗോ ഒക്കെ ഇറക്കി കഴിഞ്ഞിട്ട് നാളെ രാവിലെ ആയിരിക്കും മിക്കവാറും എന്താക്കുക പാസഞ്ചറിനെയൊക്കെ കയറ്റുക എന്നുള്ളത്. നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു, ഇവിടുത്തെ തോണികളുടെയൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ ഷിപ്പ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ സാധനങ്ങൾ എത്തുന്നതിനെ കൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ സമയത്ത്. ഈ സ്ഥലത്തിന് കപ്പൽച്ചാലെന്ന് പേര് വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര് എന്തെന്ന് വെച്ചാൽ കാക്കാച്ചാൽ എന്നാണ്. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ദ്വീപുകാരനായ ചെറിയപുര മർഹൂം അബ്ദുള്ള എന്നയാൾ ഈ നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിച്ചിരിക്കുന്ന പേരാണ് കറുപ്പ് കാക്ക എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് ഈ സ്ഥലം തോണികൾ കയറ്റാനും ഇറക്കാനും പാകത്തിൽ വൃത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ അയാളുടെ പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. 1930കളിൽ ജീവിച്ച അദ്ദേഹം ഈ നാട്ടിലെ നല്ലൊരു എമ്മാത്തി കൂടിയായിരുന്നു. എമ്മാത്തി എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷദ്വീപിൽ മുക്കോന്മാരിൽ അഗ്രഗണ്യന്മാരെ എമ്മാത്തി എന്നാണ് പറയുക. കാലം പല കോലമെ കാട്ടും കാട്ടിക്കോലം അത് മാറ്റും കാലം പല കോലമെ കാട്ടും കാട്ടിക്കോലം അത് മാറ്റും. അതേപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്നില്ലേ, അതായത് സാധനമായിട്ടും പാസഞ്ചറുമായിട്ടും വരുന്ന തോണികൾ ഇതിൻ്റെ ഈ ചെത്ല ദ്വീപിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ സ്ഥലത്തിന് ലഗൂൺ കുറവായതുകൊണ്ട് തന്നെ റിവേഴ്സിലാണ് അകത്തോട്ട് കയറി വരിക. തോണികൾ വന്നു കഴിഞ്ഞാൽ തോണിയുടെ മുകളിലുള്ള ആൾക്കാരല്ലാണ്ട് തന്നെ ഈ സാധനം ഇറക്കുന്നതിന് വേണ്ടി ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാലല്ലേ, ഇതിപ്പോൾ ഈ ഭാഗത്ത് ജെട്ടി ഇല്ലാത്തത് കൊണ്ട് ഇത് ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ തോളിൽ വെച്ചിട്ട് സാധനങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഡയറക്റ്റ് വണ്ടിയിലോട്ട് കയറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഡയറക്റ്റ് ജെട്ടിയിലോട്ടല്ലേ വരുന്നത്. അപ്പോൾ ജെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ അവരുടെ കടകളിലേക്കും വീടുകളിലേക്കും കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് പണിയുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തൊരു ചെറിയ പാസഞ്ചർ ഹാളാണ് ഉള്ളത് കേട്ടോ. അതുപോലെ ഡ്യൂട്ടിക്കാർ പോലീസുകാരുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പാസഞ്ചർ ഹാൾ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് ചെക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൽ കൂടി ആൾക്കാർ കയറിയിട്ട് ഇവിടെ നിന്ന് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങുക. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊന്ന് ഷിപ്പിൻ്റെ അടുത്ത് വരെ പോയിട്ട് വരാം. എന്തായാലും നമ്മൾ ഷിപ്പിലോട്ട് കയറുന്നില്ല. ഷിപ്പിൻ്റെ പുറത്ത് പോയിട്ട് അവിടുത്തെ തോണികളുടെ കാഴ്ചകളും അവിടെ നിന്ന് സാധനങ്ങൾ ഇറക്കുന്ന കാഴ്ചയും പിന്നെ നമ്മുടെ തോണിയിൽ ഞാൻ കയറിയ തോണിയിൽ 2 പാസഞ്ചർ ഉണ്ട്. അപ്പോൾ അവർ കയറുന്നത് ഷിപ്പിലോട്ട് തോണിയിൽ നിന്ന് കയറുന്ന രീതിയും എങ്ങനെയെന്നൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു വരാം. മനതിൽ മതമായി ഭൂമതിക്ക് മനുജാവുൻ മനതിലെ മറയത് നീക്ക് നീമിൽ മിഫ്താഹേ നീയെടുക്ക് മനദാരിൽ മന്നാനെ മതമാക്ക് മനതിൽ മതമായി ഭൂമതിക്ക്. അങ്ങനെ നമ്മുടെ തോണി ഷിപ്പിലോട്ട് അടുപ്പിച്ചു. ശരിക്കും പറഞ്ഞാലല്ലേ, ഇപ്പോൾ ഈ സീസണിൽ ആൾക്കാർ കയറുന്നത് ഈ തോണിയിൽ നിന്ന് ആൾക്കാർ കയറുന്നത് കണ്ടോ. അതായത് നമ്മുടെ ബോട്ടിലാകുമ്പോൾ ഈ ഷിപ്പും ബോട്ടും തമ്മിൽ ഹൈറ്റ് ഏകദേശം കറക്റ്റ് ആയിരിക്കും ഡോറിൻ്റെ അടുത്തുള്ളത്. ഈ തോണിലാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് കുറച്ച് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ തൂങ്ങി പിടിച്ചൊക്കെ കയറേണ്ടി വരും. പക്ഷേ എങ്കിലും സേഫാണ് കേട്ടോ. ഷിപ്പിലുള്ള പണിക്കാരും അതുപോലെ അതിലുള്ള ഡ്യൂട്ടി പോലീസുകാരും എല്ലാവരും നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡോറിൽ തന്നെ ഉണ്ടാവും.
നാളെ കയറ്റും കഴിയുന്നത് നാളെ രാവിലെ 9 മണിക്കാണ് ആളെ കയറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ കാർഗോ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നിരിക്കുന്ന തോണിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എല്ലാ ദ്വീപുകളിലും ഇങ്ങനെ തന്നെ അല്ല കേട്ടോ ആളെ ഇറക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഇപ്പോൾ വേറെ ഈസ്റ്റേൺ സൈഡ് ജെട്ടിയിലുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെയല്ല കേട്ടോ ആളെ ഇറക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ചത്തിലാത്തിലും അതുപോലെ കടമത്ത് അങ്ങനെയുള്ള കുറച്ച് ദ്വീപുകൾ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. മാത്രം ഇന്നിപ്പോൾ കടൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. ചില സമയങ്ങളിൽ ഇവിടെ തന്നെ ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. മനതിൽ മതമായി ഹൂമതിക്ക് മനുജാവുൻ മനതിൽ മറയത് നീക്ക് മിഫ്താഹെ നീടുക്ക് മനദാരിൽ മന്നാനെ മതമാക്ക് മനതിൽ മതമായി. അങ്ങനെ ഈ കാണുന്ന തോണികളൊക്കെ ഇനിയിപ്പോൾ സാധനങ്ങൾ ഇറക്കിയിട്ടേ ഇനി അങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞ ഒരു തോണിയിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ ആ തോണിയിലോട്ട് ഇറക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല നമ്മുടെ ഈ തോണിയിൽ ആൾക്കാരെ കയറ്റുമ്പോൾ പാസഞ്ചറിനൊക്കെ കയറ്റുമ്പോൾ ഇതിൽ ജാക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ള് സേഫ്റ്റിയിൽ തന്നെയാണ് കേട്ടോ ആൾക്കാരൊക്കെ കയറ്റുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ കാണുന്ന തോണിയില്ലേ ഇതിൽ കയറിയിട്ട് നാട്ടിലോട്ട് പോവാം. കാലം പല കോലം കാട്ടും കാട്ടിക്കോലം മാറ്റും. അതേപോലെ തന്നെ പാസഞ്ചറിനെയും കൊണ്ട് നമ്മുടെ തോണി പുറപ്പെടുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ഇവിടുത്തെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എസ്കോർട്ടായിട്ട് തന്നെ ഒരു തോണി അവിടെ നിർത്തുന്നുണ്ട്. ആ തോണി അവിടെ എപ്പോഴും സ്റ്റാൻഡ് ബൈ ഉണ്ടായിരിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഉടനെ നമ്മളെ രക്ഷിക്കാനായിട്ട് അവർ അവിടെ എത്തുന്നതായിരിക്കും. അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾ തന്നെ കാണുന്നതിന് വേണ്ടി പോകലുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ തെക്ക് ഭാഗത്ത് ശാലനാർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ. അവിടെയൊക്കെ ഇത് കാണുന്നതിന് വേണ്ടി തന്നെ പോകുന്നുണ്ടായിരുന്നു. കാരണം ഇതൊരു വേറെ വൈബാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചെത്തി, നമ്മുടെ കപ്പൽച്ചാലെത്തി. ആദ്യം ഇത് കാക്കാച്ചാലായിരുന്നു, പിന്നീടാണ് ഇത് കപ്പൽച്ചാലായി മാറിയത്. അങ്ങനെ നമ്മുടെ കപ്പൽച്ചാലിൽ ആൾക്കാരൊക്കെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കാൻ വേണ്ടി. അപ്പോൾ കേരളത്തിൽ നിന്നാണ് നമുക്ക് ദ്വീപിലോട്ട് എല്ലാ സാധനങ്ങളും വരുന്നത്. അപ്പോൾ അതിങ്ങനെ കപ്പലാണെങ്കിൽ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പലെത്തുന്ന ദിവസം എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാലം പല കോലമേ കാട്ടും കാട്ടിക്കോലം മത മാറ്റും കോലം പല കാഹള നടുവിലും കാലിടറാതെ കാവല തേട. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു കാണും പാസഞ്ചറിനെ എന്തുകൊണ്ട് ഇന്ന് കയറ്റുന്നില്ല എന്നുള്ളത്. നമ്മുടെ ഈ മൺസൂൺ കാലത്ത് പലപ്പോഴും ഇങ്ങനെ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ കാർഗോ ഇറക്കുന്ന സമയത്ത് ഡിലേ വരാറുണ്ട്. കാരണം മഴ ഉണ്ടെങ്കിൽ നമുക്ക് ഹാച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഷിപ്പിൻ്റെ, അല്ലെങ്കിൽ സാധനം ആ ടൈമിൽ ഇറക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡിലേ വന്നത് കൊണ്ടാണ് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പാസഞ്ചറിനെ കയറ്റേണ്ടി വരുന്നത്. കാരണം ഇന്നിപ്പോൾ രാത്രി വരെ ഇറക്കിയാലും ചിലപ്പോൾ സാധനങ്ങൾ തീരില്ല. അതിനിടയ്ക്ക് മഴ പെയ്താൽ കുറേ കൂടി ഡിലേ ആകും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇങ്ങനെ ഡിലേ വരും. സർവ്വസാധാരണ മൺസൂണിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കി ഇനിയിപ്പോൾ ടില്ലറിലും ട്രാക്ടറിലുമായിട്ട് കയറ്റി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, നമ്മുടെ കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ ലക്ഷദ്വീപിലോട്ട് വരുന്ന സാധനങ്ങൾ നമ്മളുടെ കയ്യിൽ എത്തിപ്പെടണമെങ്കിൽ ഇങ്ങനെ കുറേ കടമ്പുകൾ കടന്നു വരണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ കപ്പൽച്ചാൽ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ആ ഹോട്ടലാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട്, ഷിപ്പിലെ ജോലിക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ എന്തായാലും ഇവരിപ്പോൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയാണ്. ഷിപ്പ് ഇവിടെ കുറേ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ നാട്ടിൽ ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ തന്നെ തിരിച്ച് കയറും അവർ. അപ്പോൾ എന്തായാലും നമ്മുടെ കപ്പൽച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മനതിൽ മതമായി